മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ AC പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. രത്നഗിരി സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നു. ഇന്നലെയും സമാനമായ സംഭവമുണ്ടായെന്നും ട്രെയിൻ 3.5 മണിക്കൂറോളം വൈകിയെന്നും യാത്രക്കാർ ആരോപിച്ചു. 2 മണിക്കൂറിന് മേലായിക്കണ് ഇവിടെ AC കംപ്ലൈന്റ് ആയിട്ട്. ഈ ട്രെയിനിലെ AC കംപ്ലൈന്റ് ആയിട്ട് ആ കുട്ടികളൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടിലുള്ളത്. ഇന്നലെ 3.5 മണിക്കൂറോളം ഇന്നലെ സ്വീപ്പാക്കണം. ഇന്നലെ ഉച്ചക്ക് പോയിട്ട് 4 മണിക്കായിട്ടാണ് വരണത്. ഇതേപോലെ നമ്മള് യാത്രക്കാരല്ലേ, 2.5-3 മണിക്കൂറോളായി വണ്ടി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, യാത്രക്കാരുടെ പരാതി നമ്മൾ കണ്ടു. അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ട്രെയിൻ നമ്പർ 12-618 എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള എക്സ്പ്രസിലാണ് ഇപ്പോൾ AC പ്രവർത്തനരഹിതമാണെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ AC തുടർച്ചയായി കട്ടായി പോകുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. ട്രെയിൻ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ രത്നഗിരി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിലധികമായി AC വർക്കാവുന്നില്ല. ഈ യാത്രക്കാരെല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുകയാണ്. ബോഗിക്കകത്ത് ഇരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും സമാനമായ സംഭവം ഉണ്ടായി. ട്രെയിൻ 3.5 മണിക്കൂറോളം വൈകിയെന്നും പറയുന്നുണ്ട്. ഈ അധികൃതർ നൽകുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സാങ്കേതികമായ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ AC പ്രവർത്തനരഹിതമാവാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ രത്നഗിരി സ്റ്റേഷനിൽ യാത്രക്കാർ നിൽക്കുകയാണ് സ്ഥിതി. ശരി, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.